സാറേ അടുത്ത പേഷ്യനെ വിളിക്കട്ടെ. വിളിച്ചോ. പിള്ളേരാണോ? അതെ. എത്ര നാളായി ഇപ്പൊ ഈ ശ്വാസം മുട്ട് തുടങ്ങിയിട്ട്? ഒരാഴ്ച ശ്വാസം മുട്ടലും ചുമയൊക്കെയാണ്. അമ്മച്ചിയെ ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. വാങ്ങി ശ്വാസം എടുത്തോളൂ. പതുക്കെ മതി, പതുക്കെ. അയ്യോ, നല്ല വലിവാണല്ലോ. ഇത് എവിടെയാ നേരത്തെ കാണിച്ചോണ്ടിരുന്നത്? 2-3 ഹോസ്പിറ്റലിൽ ഇതുപോലെ കാണിച്ചായിരുന്നു. അപ്പൊ എനിക്ക് ഒട്ടും കുറവില്ല. അവരാണെങ്കിൽ ഇങ്ങനെ സ്പ്രേ അടിക്കുന്നുണ്ട്, മരുന്നൊക്കെ തന്നിട്ടുണ്ട്. ആ മരുന്ന് ഒന്ന് കാണിച്ചു തരാമോ? ഒന്ന് ചെയ്ത് കാണിച്ചോളൂ. എങ്ങനെ ചെയ്ത് കാണിച്ചു എന്റെ കൊല്ലം വെച്ച് കാണിക്കുന്നത് ഇങ്ങനല്ല. ഇങ്ങനെ ഇഞ്ചക്ഷൻ തന്നിട്ട് വിടാൻ കേട്ടോ വീട്ടിലേക്ക്. കേട്ടോ, ഒന്ന് ആശ്വാസമാവും. പിന്നെ ഈ ആഴ്ച നമ്മൾ കാണണം കേട്ടോ, മരുന്ന് ശരിയാക്കി. അതെ, ശ്വാസമുട്ടലിന് പല കാരണങ്ങളുണ്ടാവും. ഇപ്പം അലർജി തന്നെ ഒരു കാരണമാണ് ശ്വാസമുട്ടൽ വരാൻ. പക്ഷെ ഇൻഹേലർ എടുക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ എടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ ഗുണം കിട്ടിയല്ല. അപ്പോൾ ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഈ ടൈപ്പ് ഇൻഹേലർ ആണെങ്കിൽ, ഞെക്കുന്ന ടൈപ്പ് ഇൻഹേലർ ആണെങ്കിൽ ഇത് വായിൽ വെച്ചിട്ട് അടിക്കുമ്പോൾ അകത്തോട്ട് ശ്വാസം എടുത്ത് പിടിച്ചു വെക്കണം. ആ മരുന്നിന്റെ എഫക്ട് നിൽക്കാനായിട്ട് ഒരു 3-4 സെക്കൻഡ് 5 സെക്കൻഡ് വരെ ശ്വാസം പിടിച്ച് നിർത്തണം. ഇനി അത് പല ആൾക്കാർക്ക് ചിലപ്പോൾ എടുക്കാൻ പാടായിരിക്കും ശ്വാസമുട്ടൽ കൂടുന്ന സമയത്ത്. അന്നേരം ഇതുപോലത്തെ ഒരു കുഴൽ, സ്പേസർ എന്ന് പറയും, ഇതിലേക്ക് നമ്മൾ ഇവിടെ വെച്ച് മെഷീൻ വെക്കുന്നു, ഇവിടുന്ന് ശ്വാസം എടുക്കുന്നു. അപ്പോൾ പിടിക്കേണ്ട ആവശ്യമില്ല. ശ്വാസം നീട്ടിയെടുക്കുക, പതുക്കെ മൂക്കിന്ന് വേണം പുറത്തേക്ക് വിടാൻ. 5 തവണ ശ്വാസം എടുക്കണം ഒരു പഫ് അടിക്കുന്നതിന്. പിന്നെ വേണമെങ്കിൽ പഫ് ആവർത്തിക്കാം. പക്ഷേ 2 പഫ് കൂടുതൽ ഒരു നേരത്തെ എടുക്കാൻ പാടില്ല. ചികിത്സിക്കുന്ന ഡോക്ടറോട് കറക്റ്റായിട്ട് ചോദിക്കുക ഏത് മരുന്ന് എത്ര എടുക്കണം എന്ന് ചോദിച്ചിട്ട് മരുന്ന് എടുക്കാൻ പാടുള്ളൂ. ഇനി അത് ശരിയാവുന്നില്ലെങ്കിൽ ഒരു ശ്വാസകോശ ഡോക്ടറിനെ കാണിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും.